എല്ലാ കൂട്ടുകാർക്കും ഓൺലൈൻ പഠന സഹായിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് 3rd സ്റ്റാൻഡേർഡ് മാത്സ് വർക്ക്ഷീറ്റാണ്. വീഡിയോയിലേക്ക് നോക്കാം. ഇന്നത്തെ വിക്ടേഴ്സ് ക്ലാസ് എല്ലാ കൂട്ടുകാരും കണ്ടു കാണുമല്ലോ. ഇന്ന് ടീച്ചർ മൂന്നക്ക സംഖ്യയുമായി ബന്ധപ്പെട്ട ചില കണക്കിലെ ക്രിയകളാണ് പഠിപ്പിച്ചത്. ഇവിടെ 3 കളങ്ങളുണ്ട്. കൂട്ടുകാർ ശ്രദ്ധിക്കൂ. ആദ്യത്തെ കളത്തിൽ 100, 200, 300 എന്നിവ 3 തരത്തിൽ എഴുതിയിരിക്കുന്നു. 100, 200, 300, അടുത്തത് 300, 100, 200, അത് കഴിഞ്ഞ് 200, 300, 100. അപ്പോൾ ആദ്യത്തെ 100, 200, 300നെ ആ 9 രീതിയിൽ അവിടെ എഴുതിയിരിക്കുന്നു. അടുത്തത് 400, 500, 600 എന്നീ സംഖ്യകളാണ് നേരത്തെ എഴുതിയ പോലെ തന്നെ കളങ്ങളിൽ നിരത്തിയിരിക്കുന്നു. 600, 400, 500 എന്നിങ്ങനെ. അത് കഴിഞ്ഞ് 500, 600, 400. നമുക്കിനി എഴുതാനുള്ളത് അവസാനത്തെ കോളത്തിലാണ് 700, 800, 900. 700, 800, 900. അതെങ്ങനെ എഴുതും? നേരത്തെ എഴുതിയതുപോലെ വരികയാണെങ്കിൽ 900, 800, 700, 900, 800, 700. 700, 800, 900, 900, 700, 800, 800, 900, 700. ഇവിടെയും നമ്മൾ ഉപയോഗിച്ച സംഖ്യകൾ എന്ന് പറയുന്നത് 700, 800, 900, 700, 800, 900. അതിനെ പല വിധത്തിൽ ഇവിടെ എഴുതി ചേർത്തിരിക്കുകയാണ്. ഇതുപോലെ എഴുതി ടെക്സ്റ്റ് ബുക്കിൽ ഈ ആക്ടിവിറ്റി ഉണ്ട്. കൂട്ടുകാർ അത് കംപ്ലീറ്റ് ചെയ്യുക. അടുത്തൊരു ആക്ടിവിറ്റിയും ഇതിനോട് ചേർന്നുള്ളതാണ്. ഇതും ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. ഇവിടെ സംഖ്യകൾ 10 വീതം കൂട്ടിക്കൂട്ടി പോവുകയാണ്. 90, 100, 110, 90, 100, 110. അടുത്തത് 140, 150, 160, 140, 150, 160. അത് കഴിഞ്ഞ് 190, 200, 210, 190, 200, 210. ഇവിടെ സംഖ്യകൾ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ നോക്കൂ. 300, 450, 600, 300, 450, 600. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇവിടെ സംഖ്യകൾ 150 വീതമാണ് കൂട്ടിക്കൂട്ടി പോകുന്നത്. 150 ഈസ് ആഡഡ് ഇൻ ഈച്ച് കേസ്. അപ്പോൾ നമുക്ക് ബാക്കി 240, 290, 340 അതൊന്ന് എഴുതി നോക്കാം. അത് എഴുതുമ്പം ഈ വിധമാണ് വരുന്നത്. 240, 250, 260, 240, 250, 260. അത് ആഡ് ചെയ്യുമ്പോൾ 750 വരും. അത് കഴിഞ്ഞ് 290, 300, 310, 290, 300, 310. അത് ആഡ് ചെയ്യുമ്പോഴും 900 ആണ് വരുന്നത്, 900. അത് കഴിഞ്ഞ് 340, 350, 360, 340, 350, 360. അത് കൂട്ടുമ്പോഴും 1050, 1050, 1050 എന്നിങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ എല്ലാ സംഖ്യകൾ തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത് 150 വീതം 150 ആണ് ഓരോ കേസിലും ആഡ് ചെയ്ത് പോകുന്നത്. ഇതും ടെക്സ്റ്റ് ബുക്കിലുണ്ട്. കൂട്ടുകാർ അതും എഴുതി പൂർത്തിയാക്കുക. അടുത്തത് 5 കൂട്ടുകാർ ചേർന്ന് ഡൊമിനോ കളിക്കുന്നതാണ്. കൂട്ടുകാരുടെ പേരെഴുതുക. അത് കഴിഞ്ഞിട്ട് ഡൊമിനോ 3 പ്രാവശ്യം ഉരുട്ടുമ്പോൾ കിട്ടുന്ന സംഖ്യകളും ആ കോളത്തിൽ എഴുതുക. അതിൽ ഏറ്റവും കൂടുതൽ സംഖ്യ കിട്ടുന്ന ആളാണ് ജയിക്കുക. ഈ സംഖ്യകൾ എഴുതുമ്പോൾ അതൊരു 3 അക്ക സംഖ്യയായി മാറുന്നു. അങ്ങനെയാണ് വിജയിയെ കണ്ടെത്തുന്നത്. ഈ ഉദാഹരണം നോക്കുമ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലാകും. സുമയ്ക്ക് 264 കിട്ടിയത്, രാഹുലിന് 136, നീതുവിന് 314. അപ്പോൾ ഇവിടുത്തെ വിജയ് എന്ന് പറയുന്നത് നീതുവാണ്, 314 പോയിൻറ്റുമായി. ഇതുപോലെ കൂട്ടുകാർ വീട്ടിലുള്ളവരെ ചേർത്ത് ഈ കളി കളിച്ച് ഏറ്റവും കൂടുതൽ കിട്ടുന്ന വിജയം ആരെന്ന് കണ്ടുപിടിക്കുക. ആക്ടിവിറ്റിയാണ് ബിഗ് നമ്പർ. 5 കുട്ടികൾ ചേർന്ന് കളിക്കുന്നതാണ്. ഡൊമിനോസിൻ്റെയാണ്. ഇവിടെ ഫസ്റ്റ് ചെയ്യേണ്ടത് നെയിം ഓഫ് ദ പ്ലെയർ എഴുതുക. അത് കഴിഞ്ഞ് ഡോയ്സ് കറക്കുമ്പോൾ കിട്ടുന്ന സ്കോർ അവിടെ എഴുതി ചേർക്കുക. അങ്ങനെ ഇതിൽ ജയിക്കുന്ന ആരെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ 3 ഡിജിറ്റ് നമ്പർ കിട്ടുന്ന ആളാണ്. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇവിടെ 3 സ്റ്റുഡൻസിൻ്റെ എഴുതിയിട്ടുണ്ട്. സുമ, രാഹുൽ, നീതു. അവർക്ക് കിട്ടിയ സ്കോർ എന്ന് പറയുന്നത് 3 ഡിജിറ്റിലാണ്. അതായത് 3 അക്ക സംഖ്യയിലാണ് പറയുന്നത്. സുമയ്ക്ക് 264, രാഹുലിന് 136, നീതുവിന് 314. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഈ കളിയിൽ ജയിച്ചത് നീതുവാണ്. നീതുവിന് 314 പോയിൻറ്റ്സ് ആണ് ഉള്ളത്. ഇതുപോലെ കൂട്ടുകാർ വീട്ടിലുള്ളവരെ ചേർത്ത് ഈ കളി കളിച്ച് വിജയിയെ കണ്ടെത്തൂ. അടുത്ത പ്രവർത്തനം നോട്ട്. രാജു 8 100 രൂപ നോട്ടുകൾ കൊടുത്ത് എല്ലാം 50 രൂപ നോട്ടുകളാക്കി. 2 ചോദ്യമുണ്ട്. എത്ര 50 രൂപ നോട്ടുകൾ കിട്ടിക്കാണും? അടുത്തത് എല്ലാം 20 രൂപ നോട്ടുകളായാൽ എത്ര എണ്ണം ഉണ്ടാകും? 8 100 രൂപ നോട്ടെന്ന് പറയുമ്പോൾ 8 ഗുണിക്കണം 100 ചെയ്യുമ്പോൾ 800 രൂപ. അപ്പോൾ രാജുവിൻ്റെ കയ്യിലുള്ളത് 800 രൂപയാണ്. ഇനി ഇതിന് 50 രൂപ ആക്കുമ്പോൾ
ഈ 800-നെ 50 രൂപ നോട്ടുകൾ കൊണ്ട് ഹരിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം 16 ആണ്. അപ്പോൾ 800-നെ 50 രൂപ നോട്ടുകളാക്കിയാൽ 16 50 രൂപ നോട്ടുകൾ ലഭിക്കും. അടുത്തത് 20 രൂപ നോട്ടുകളാണ്. ഇതും ഇതുപോലെ തന്നെയാണ്. 800 രൂപയെ 20 രൂപ നോട്ടിൻ്റെ വില കൊണ്ട് ഹരിക്കുക. അങ്ങനെ ചെയ്യുമ്പോഴും കിട്ടുന്നതെന്ന് പറയുന്നത് 40 ആണ്. അപ്പോൾ 40 20 രൂപ നോട്ടുകളാണ് രാജുവിന് കടയിൽ നിന്ന് 20 രൂപ നോട്ടാക്കിയാൽ ലഭിക്കുന്നത്. 50 rupee note. Raju gave 800 rupees and in return got 50 rupees note. How many 50 rupees note did he get? If he got back 20 rupees note, how many 20 rupee note would be there? രാജു കടയിൽ 8 100 രൂപ നോട്ടുകൾ കൊടുത്തി അത് 50 രൂപ നോട്ടുകളാക്കി. അങ്ങനെയാണെങ്കിൽ അവൻ എത്ര 50 രൂപ നോട്ടുകൾ ലഭിച്ചു? ഒരു പക്ഷേ അവൻ 20 രൂപ നോട്ടുകളാക്കിയെങ്കിൽ എത്ര 20 രൂപ നോട്ടുകളിലും ലഭിച്ചു എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. നമുക്കറിയാം കടയിൽ കൊടുത്തത് 8 100 രൂപ നോട്ടാണ്. അപ്പോൾ 8 മൾട്ടിപ്ലൈഡ് ബൈ 100 ചെയ്യുമ്പോൾ 800 റുപ്പീസാണ് കടയിൽ കൊടുത്തത്. ഇനി അത് 50 റുപ്പീസിലാകുമ്പോൾ എത്ര നോട്ടുകളുണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അത് കണ്ടുപിടിക്കാനായി 800 റുപ്പീസിനെ 50 റുപ്പീസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്നത് 16 50 റുപ്പീസ് നോട്ടാണ് കടയിൽ നിന്ന് രാജുവിന് ലഭിക്കുന്നത്. ഇനി അത് 20 റുപ്പീസ് നോട്ടാക്കിയെങ്കിൽ അത് കണ്ടുപിടിക്കാൻ 800-നെ 20 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്നത് 40 ആണ്. 40 20 രൂപ നോട്ടുകളാണ് ലഭിക്കുന്നത്. അപ്പോൾ 40 20 റുപ്പീസ് നോട്ടാണ് 20 രൂപ നോട്ടാക്കി മാറ്റിയെങ്കിൽ കടയിൽ നിന്ന് ലഭിക്കുന്നത്. അടുത്തത് കൂട്ടി നോക്കാവുന്നൊരു പ്രവർത്തനമുണ്ട്. ആദ്യം 1 മുതൽ 9 വരെ നേരെ എഴുതുന്നു. അത് കഴിഞ്ഞത് തിരിച്ചെഴുതുന്നു. അതിൻ്റെ കൂടെ 1 കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് 1 ചേർത്തുള്ള സംഖ്യകളാണ്. അടുത്തത് 2-ൻ്റെയാണ്. അതും 2 പ്രാവശ്യം ഇത് എഴുതി കൂട്ടുമ്പോഴും അതിൻ്റെ കൂടെ 2 കൂടെ കൂട്ടുമ്പോഴും 2 2 2 അങ്ങനെ ചേർത്താണ് വരുന്നത്. ഇനി ഇതിൻ്റെ അടുത്തത് നമുക്കൊന്ന് എഴുതി നോക്കാം. നേരത്തെ അതുപോലെ തന്നെ 1 2 അത് 3 പ്രാവശ്യം 1 2 3 4 അവിടെ എഴുതുന്നു. അത് കഴിഞ്ഞ് 9 തൊട്ട് എഴുതുന്നു. അങ്ങനെ 3 പ്രാവശ്യം എഴുതിയിട്ട് അതിൻ്റെ കൂടെ ഒരു 3 കൂടെ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് 3 ചേർത്തുള്ള സംഖ്യ ഇതുപോലെ ആയിരിക്കും. ലെറ്റ്സ് ആഡ് എന്ന് പറഞ്ഞൊരു പ്രോബ്ലം ഉണ്ട്. ഇവിടെ 1 മുതൽ 9 വരെയുള്ള ഡിജിറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതി ആഡ് ചെയ്യുകയാണ്. അതിൻ്റെ കൂടെ 1 കൂടെ കൂട്ടുമ്പോൾ ഫസ്റ്റ് കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് 1 ചേർത്തുള്ളതാണ്. അപ്പോൾ സെക്കൻഡ് എന്ന് പറയുമ്പോൾ 2 പ്രാവശ്യം എഴുതിയിട്ട് 2 കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരവും 2 ചേർത്താണ് വരുന്നത്. നമുക്കിതിൻ്റെ നെക്സ്റ്റ് പാറ്റേൺ ഒന്ന് എഴുതി നോക്കാം. നെക്സ്റ്റ് പാറ്റേൺ ഇതുപോലെയാണ് വരുന്നത്. അത് 3 സെറ്റായിട്ട് എഴുതണം. 1 മുതൽ 9 മുതൽ 1 വരെ അങ്ങനെ 3 സെറ്റായിട്ട് എഴുതി അതിൻ്റെ കൂടെ നമ്പർ 3യും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് അവസാനം ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് 3 ചേർത്തുള്ളതാണ്. 3 3 3 അങ്ങനെ 10 പ്രാവശ്യം 3 വരുന്ന ഒരു സംഖ്യയാണ്. ഇതുപോലെയാണ് ഈ പാറ്റേൺ വരുന്നത്. എഴുതി പൂർത്തിയാക്കുക. ഇന്നത്തെ വർക്ക്ഷീറ്റ് ഇവിടെ കഴിയുന്നു. എല്ലാ കൂട്ടുകാർക്കും നന്ദി. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് ഡു സപ്പോർട്ട്.